ഇടതുപക്ഷത്തും പ്രതിപക്ഷത്തും പ്രാധാന്യമില്ലാത്ത അവസ്ഥ. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതാണിപ്പോൾ മഹാരാഷ്ട്രയിലെ അജിത് പവാറിന്റെ NCPയുടെ അവസ്ഥ. പാർട്ടിയിൽ നിന്നും MLA-മാരുടെയും മുതിർന്ന നേതാക്കളുടെയും കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. ഏറ്റവും പുതിയതായി 4 മുതിർന്ന നേതാക്കൾ കൂടി NCPയിൽ നിന്നും രാജിവെച്ചതോടെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്നും രാജിവെച്ചവർ ശരത് പവാർ സഖ്യത്തിലേക്ക് നീങ്ങുമെന്നാണ് സൂചനകൾ. ഈ അനിശ്ചിതത്വം നിലനിൽക്കെയാണ് NCPയുമായുള്ള BJPയുടെ സഖ്യമാണ് മഹാരാഷ്ട്രയിലെ തോൽവിക്ക് കാരണമെന്ന് പറഞ്ഞ് RSS രംഗത്തെത്തിയിരിക്കുന്നത്. 2023 ജൂലൈയിലാണ് NCPയുടെ സ്ഥാപകനായ ശരത് പവാറിൽ നിന്നും പിളർന്ന് അജിത് പവാർ BJP സഖ്യത്തിലെത്തുന്നത്. ഏക്നാഥ് ഷിൻഡെയ്ക്ക് പിന്തുണ നൽകി ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ച അജിത് പവാർ ഒരു കണക്കിന് ശരത് പവാറിന്റെ ചരിത്രം ആവർത്തിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലോ ദേശീയ രാഷ്ട്രീയത്തിലോ കാര്യമായൊന്നും ചെയ്യാൻ അജിത് പവാറിനായില്ല. പാർട്ടിക്കകത്തുയർന്നു വന്ന അസ്വാരസ്യങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തോടെ കൂടുതൽ മറനീക്കി പുറത്തു വന്നു തുടങ്ങി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വെറും 1 സീറ്റിലാണ് അജിത് പവാറിന്റെ NCPക്ക് ജയിക്കാനായത്. അതും മത്സരിക്കാൻ ആകെ ലഭിച്ച 4 സീറ്റുകളിലാണ് ഈ 1 സീറ്റിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നത്. അതേസമയം ശരത് പവാറിന്റെ NCP വളരെ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു. മത്സരിച്ച 10 സീറ്റുകളിൽ 8 എണ്ണത്തിലും വെന്നിക്കൊടി പാറിക്കാൻ ശരത് പവാറിനായി. കോൺഗ്രസിന് 13 സീറ്റും ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന് 9 സീറ്റും BJPക്ക് 9 സീറ്റും ശിവസേന ഷിൻഡെ പക്ഷത്തിന് 7 സീറ്റും നേടാനായതിനിടയിലായിരുന്നു ശരത് പവാറിന്റെ ഈ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മുന്നേറ്റം. സംസ്ഥാനത്ത് ശരത് പവാർ വലിയ മുന്നേറ്റം നടത്തിയപ്പോൾ ദേശീയ രാഷ്ട്രീയമായിരുന്നു ഭരണപക്ഷ മുന്നണിയുടെ ഭാഗമായ അജിത് പവാറിന്റെ അടുത്ത പ്രതീക്ഷ. എന്നാൽ അജിത് പവാറിന്റെ കേന്ദ്രമന്ത്രി സ്ഥാനത്തിനുള്ള ആവശ്യം BJP പരിഗണിച്ചില്ല. 1 സീറ്റ് മാത്രം നേടിയ അജിത് പവാറിനെ പരിഗണിക്കേണ്ടി വന്നാൽ മറ്റു സഖ്യകക്ഷികളും സമാന ആവശ്യം ഉന്നയിക്കുമെന്നതായിരുന്നു ഇവരുടെ വാദം. ഇതേ തുടർന്ന് അജിത് പവാർ മുന്നണി മന്ത്രിസഭാ രൂപീകരണത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും പ്രാധാന്യം നഷ്ടപ്പെട്ടതോടെ പാർട്ടി വിടുന്നവരുടെ എണ്ണം കൂടി തുടങ്ങി. ഇറങ്ങിപ്പോയവരെല്ലാം ശരത് പവാർ പാളയത്തിലേക്ക് തിരിച്ചെത്താനും തുടങ്ങി. ഇതിനിടയിലാണ് BJPയുടെ സംസ്ഥാനത്തെ തോൽവിക്ക് കാരണം അജിത് പവാറുമായുള്ള സഖ്യബന്ധമാണെന്ന് RSS തുറന്നടിച്ചത്. RSSന്റെ മറാത്ത മുഖവാരിക വിവേകിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനം അച്ചടിച്ചു വന്നിരുന്നു. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ഉൾപ്പെടെ അവർ നിലപാട് വ്യക്തമാക്കിയതോടെ NCPയെ NDA സഖ്യത്തിൽ നിന്നും പിളർത്താനുള്ള നീക്കമാണ് RSS നടത്തുന്നതെന്ന തരത്തിലേക്ക് ചർച്ചകൾ തിരിഞ്ഞുകഴിഞ്ഞു. ഇതിനിടയിൽ NCP BJP നേതാക്കൾ തുറന്ന വാക്പോരിലേക്കും കടന്നു. 3ാം തവണയിലെ മങ്ങിയ വിജയത്തിന്റെ ശേഷം RSS പരസ്യമായാണ് എല്ലാ നിലപാടുകളും വിമർശനങ്ങളും ഉന്നയിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ RSSനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് ഒരു നിലനിൽപ്പ് BJPക്കും സാധ്യമല്ല. വിള്ളലുകൾ ശക്തമാവുകയാണെങ്കിൽ അജിത് പവാറിന് തിരിച്ച് ശരത് പവാറിലേക്ക് തന്നെ തിരിച്ചു മടങ്ങേണ്ടി വരും. പക്ഷെ പാർട്ടിയെ പിളർത്തി എതിർപ്പാളയത്തിലേക്ക് പോയ അജിത് പവാറിനെ ഇനി ശരത് പവാർ സ്വീകരിക്കുമോ, എന്ത് നിബന്ധനകളിലെന്നതൊക്കെ കാത്തിരുന്നു തന്നെ ഉത്തരമറിയേണ്ട ചോദ്യങ്ങളാണ്. അജിത് പവാറിന് പാർട്ടിയിലേക്കുള്ള തിരിച്ചുവരവ് അത്ര എളുപ്പമാകില്ലെന്ന സൂചനകളാണ് ശരത് പവാർ നിലവിൽ നൽകുന്നത്. കുടുംബത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും അജിത് പവാറിന് തിരിച്ചു വരാം. എന്നാൽ പാർട്ടിയിലേക്കുള്ള തിരിച്ചുവരവ് പാർട്ടിയുടെ മോശം സമയങ്ങളിലൊപ്പം നിന്ന മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ച് മാത്രമേ ചെയ്യാനാകൂ എന്നാണ് ശരത് പവാറിന്റെ പ്രതികരണം. എന്നാൽ ഇരുപക്ഷങ്ങൾക്കുമിടയിൽ തിരിച്ചുവരവിനുള്ള രാഷ്ട്രീയ ചർച്ചകൾ അണിയറകളിൽ സജീവമാണെന്നും വാർത്തകളുണ്ട്. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും തിരുത്തൽ നടപടികൾ ശക്തമാക്കുന്ന തിരക്കിലാണ് BJP. ഇതിനിടയിൽ കടുത്ത അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന പാർട്ടിയെ ഒപ്പം നിർത്താൻ BJPയും താല്പര്യം പ്രകടിപ്പിച്ചേക്കില്ല. നിലവിൽ അജിത് പവാറിന്റെ NCPക്ക് ആകെയുള്ള ഒരേ ഒരു MP പ്രഫുൽ പട്ടേലിന്റെ ഉൾപ്പെടെയുള്ള പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ RSSന്റെ തുറന്ന വിമർശനം കൂടിയാകുമ്പോൾ അജിത് പവാറിന് തൽക്കാലത്തേക്കെങ്കിലും പത്തി മടക്കേണ്ടി വരുമെന്നത് തീർച്ചയാണ്.